ഹായ് ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. അപ്പൊ നമ്മള് SSLCയിലെ 4ാമത്തെ ചാപ്റ്റർ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് ആണ് പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്. 1ാമത്തെ ഭാഗം കംപ്ലീറ്റ് ആയിരുന്നു. 1ാമത്തെ ഭാഗത്തിൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു എന്തായിരുന്നു നമ്മൾ അതിന്റെ അകത്ത് മെയിൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടോട്ടൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു ടോട്ടൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് 2ാമത്തെ ഭാഗം പരിചയപ്പെടാം. 4 കണക്കുകളാണ് നമ്മൾ 2ാമത്തെ ഭാഗത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. ചാപ്റ്ററിലെ അടുത്ത 4 ഭാഗങ്ങൾ നമുക്ക് ഈ ഭാഗത്തിലൂടെ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുമ്പേ ഞാൻ വീണ്ടും നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. എന്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2ാമത്തെ ഭാഗത്തിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, സെറ്റ് ചെയ്തിരിക്കുന്നത്. 3 ഭാഗങ്ങളോ, അതായത് ഈ ക്വസ്റ്റ്യന്റെ അകത്ത് സബ് ക്വസ്റ്റ്യൻ 3 എണ്ണം ഉണ്ട്. 1, 2, 3. ഈ 3 ഭാഗങ്ങൾ നമുക്ക്. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻ ഈച്ച് ഓഫ് ദ പ്രോബ്ലംസ് ബിലോ, താഴെ തന്നിരിക്കുന്ന ഓരോ പ്രോബ്ലം കമ്പ്യൂട്ട് ദ പ്രോബബിലിറ്റി ആസ് എ ഫ്രാക്ഷൻ ആൻഡ് ദെൻ റൈറ്റ് ദ ഡെസിമൽ ആൻഡ് ഫോം ആസ് എ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ താഴെ തന്നിരിക്കുന്ന 3 ഭാഗങ്ങളിലെയും ഓരോ ഭാഗത്തെയും എന്തൊക്കെ കണ്ടുപിടിക്കണം? പ്രോബബിലിറ്റി, ഫ്രാക്ഷനിൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. അതിനുശേഷം അതിന്റെ ഡെസിമൽ ഭാഗം കണ്ടുപിടിക്കണം. അതിന്റെ പെർസെന്റേജ് രൂപം കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചു നോക്കാം. നമുക്ക് ആദ്യം തന്നെ നമുക്ക് 1ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താണ് 1ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഇഫ് വൺ നമ്പർ ഫ്രം 1 to 10, അതായത് 1ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 1, 2, 3 അങ്ങനെ 10 നമ്പറുകൾ നമ്മൾ എഴുതുന്നു. What is the probability that if it is a prime number? എന്താണ് ഈ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രൈം നമ്പറിന്റെ മലയാളം പറയുകയാണെങ്കിൽ അഭാജ്യ സംഖ്യകളാണ്. എന്താണ് അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ, ഒരു സംഖ്യ എടുത്താൽ ആ സംഖ്യനെ ആ സംഖ്യ കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. ഒരു സംഖ്യ എടുത്താൽ ആ സംഖ്യനെ ആ എടുക്കുന്ന സംഖ്യ കൊണ്ടും 1 കൊണ്ടും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സംഖ്യകളെയാണ് പ്രൈം എന്ന് വിളിക്കുക. അങ്ങനെയുള്ള സംഖ്യകളെയാണ് പ്രൈം നമ്പർ എന്ന് വിളിക്കുക. അപ്പം 1 മുതൽ 10 വരെയുള്ള സംഖ്യകളിൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടോട്ടൽ, അല്ലെ? ആദ്യം തന്നെ അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ നമ്പേഴ്സ് നമുക്ക് ആദ്യം തന്നെ എഴുതി വെക്കാം. ടോട്ടൽ നമ്പേഴ്സ് എത്രയാണ്? 10. ഇനി ടോട്ടൽ നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് വേണം, അല്ലെ? നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് നമുക്ക് വേണം. പ്രൈം നമ്പേഴ്സ്. അപ്പൊ എന്താണ് പ്രൈം നമ്പേഴ്സ് എന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് പ്രൈം നമ്പർ? ഒരു സംഖ്യ എടുത്താൽ ആ സംഖ്യ കൊണ്ടും 1 കൊണ്ടും മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 1 നമ്മൾ എടുക്കേണ്ട, 1 എന്ന് പറയുന്ന സംഖ്യ എടുക്കേണ്ട, അതൊരു കോമൺ ആണ്, അത് എടുക്കേണ്ട കാര്യമില്ല. അതിനുശേഷമുള്ളത് 2 എന്ന് പറയുന്ന സംഖ്യ എടുത്താൽ ഈ 2നെ നമുക്ക് 2 കൊണ്ടും, അതായത് ഈ സംഖ്യ കൊണ്ടും 1 കൊണ്ടും മാത്രമേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ശിഷ്ടമില്ലാതെ ഡിവൈഡ്. അങ്ങനെയാണെങ്കിൽ 2 പ്രൈം നമ്പറാണ്. 3നെ 3 കൊണ്ടും 1 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, അതുകൊണ്ട് 3 പ്രൈം നമ്പറാണ്. 4 എടുക്കുകയാണെങ്കിലോ, 4 4നെ 4 കൊണ്ടും 1 കൊണ്ടും പിന്നെ 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പൊ 4 പ്രൈം ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ഈ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളിൽ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 2, അതേപോലെ 3, 5, 7. എടുത്തു ചാടി 9 ചിലവർക്ക് വരും, പക്ഷെ 9 പ്രൈം അല്ല. കാരണം 9നെ 9 വെച്ച് ഡിവൈഡ് ചെയ്യാം, 1 വെച്ച് ഡിവൈഡ് ചെയ്യാം, 3 വെച്ചും ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് 9 പ്രൈം അല്ല. നമ്മൾ ഈ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളിൽ എത്ര പ്രൈം നമ്പേഴ്സേ ഉള്ളൂ? 2, 3, 5, 7. അപ്പൊ എത്ര പ്രൈം നമ്പേഴ്സേ ഉള്ളൂ? 4. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രോബബിലിറ്റി എഴുതാം. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? പ്രോബബിലിറ്റി നമുക്ക് ഫ്രാക്ഷനിൽ പ്രോബബിലിറ്റി എഴുതാം. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? ടോട്ടൽ എത്രയാണ്? 10. അതിൽ എത്രണ്ണേ ഉള്ളൂ? 4. വേണമെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. പക്ഷെ ക്യാൻസൽ ചെയ്യേണ്ട. 4/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.4 ആണ്, അല്ലെ? താഴെ 10 ആണ്. അപ്പൊ എന്ത് ചെയ്യാം? മുകളിലുള്ള സംഖ്യ എന്താക്കി മാറ്റുക? പോയിന്റ് ഒരു സ്ഥാനം വരെ. അപ്പൊ ഇതെന്ത് കിട്ടി? ഫ്രാക്ഷൻ കിട്ടി. പ്രോബബിലിറ്റി ഫ്രാക്ഷനിൽ കിട്ടി. അതേപോലെ പ്രോബബിലിറ്റി ഡെസിമലിൽ കിട്ടി. ഇനി നമുക്ക് പ്രോബബിലിറ്റി എന്താക്കണം? പെർസെന്റേജ് ആക്കണം. അപ്പൊ 0.4നെ പെർസെന്റേജ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? × 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4 × 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40%. അപ്പൊ പെർസെന്റേജിലും കിട്ടി. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്തിലൊക്കെ കിട്ടി? ഫ്രാക്ഷനിൽ കിട്ടി. അതേപോലെ തന്നെ എന്തിലും കിട്ടി? ഡെസിമലിൽ കിട്ടി, പെർസെന്റേജിലും കിട്ടി.
നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അർത്ഥം മനസ്സിലാക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അർത്ഥം പറഞ്ഞിരിക്കുന്നത് ഈ 1 നമ്പർ ഫ്രം 1 to 100, 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ, 1 മുതൽ 100 വരെയുള്ള സംഖ്യകളില് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കിക്കോ. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളില് അപ്പം ടോട്ടൽ നമ്പേഴ്സ് എത്രയാണ്? ടോട്ടൽ നമ്പേഴ്സ് 1 മുതൽ 100 വരെയുള്ളതിന്റെ അകത്ത് ടോട്ടൽ നമ്പേഴ്സ് എത്രയായിരിക്കും? 100 ആയിരിക്കും. സെറ്റ് അല്ലേ? ഇനി ഒരു ചൂസൺ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് എ 2-digit നമ്പർ? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് 2-digit നമ്പർ? 1 മുതൽ 100 വരെയുള്ള സംഖ്യകളില് 2-digit നമ്പർ എടുക്കാനുള്ള പ്രോബിലിറ്റി. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് 2-digit നമ്പർ എത്രയാണ്? നമ്പർ ഓഫ് 2-digit നമ്പേഴ്സ് എത്ര ആയിരിക്കും? 2-digit നമ്പേഴ്സ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1 മുതൽ 10 വരെ, അതായത് 1 തൊട്ട് 9 വരെ ഉള്ളത് 1 ഡിജിറ്റ്, അത് എടുക്കേണ്ട കാര്യമില്ല. 2-digitനെ പറ്റി പറഞ്ഞാൽ 2 ഡിജിറ്റ് മാത്രം എടുത്താൽ 1 മുതൽ 9 വരെയുള്ള 1 ഡിജിറ്റ്, അതിനെ കളയാം. 100 3 ഡിജിറ്റ്, അപ്പൊ അതും കളയാം. അപ്പൊ 9 ഒന്നും 10 പോയാൽ മിച്ചം എത്രണ്ണേ ഉള്ളു? 2-digit നമ്പർ 90 എണ്ണേ ഉള്ളൂ. പിന്നെ ഇതിന്റെ പ്രോബിലിറ്റി എഴുതാൻ വലിയ പാടുണ്ടോ? പ്രോബിലിറ്റി എഴുതാൻ ഒരു പാടുമില്ല. നമുക്കറിയാം പ്രോബിലിറ്റി എഴുതാൻ നമ്മൾ എന്തെടുക്കുക? ആദ്യം ടോട്ടൽ ഇവിടെ എത്രയാണ്? 100. 100ൽ എത്ര എണ്ണം ഉണ്ട്? 90 എണ്ണമാണ് 2-digit. അപ്പം മുകളിൽ എന്തെഴുതുക? 90. ഈ പൂജ്യവും പോയി. ഫ്രാക്ഷൻ നമുക്ക് കിട്ടി എത്ര? 9/100. നമുക്ക് എന്ത് കിട്ടി? ഫ്രാക്ഷൻ കിട്ടി. പ്രോബിലിറ്റിയുടെ ഫ്രാക്ഷൻ കിട്ടി. ഇനി താഴെ 100 ആയതുകൊണ്ട് മുകളിലത്തെ ന്യൂമറേറ്ററിന്റെ 2 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. അപ്പൊ 0.09 ഡെസിമൽ. ഇനി ഇതിന്റെ അപ്പൊ ഇതെന്ത് കിട്ടി? ഇതെന്താണ്? ഡെസിമൽ. ഇനി ഇതിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 0.09 into 100 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ആ 9%. മനസ്സിലായ? 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കും. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ അർത്ഥം മനസ്സിലാക്കിയെടുക്കുക. എവരി 3-digit നമ്പർ റിട്ടൺ ഇൻ എ സ്ലിപ്പ് ഓഫ് പേപ്പർ എന്ന് പറഞ്ഞാൽ 3-digit നമ്പേഴ്സുകൾ നമ്മൾ ഒരു സ്ലിപ്പ് പേപ്പറിന്റെ അകത്ത് എഴുതിയിടുന്നു. ആൾ സ്ലിപ്സ് ആർ പുട്ട് ഇൻ എ ബോക്സ്. അതായത് ഓരോ സ്ലിപ്പിലും നമ്മൾ ഓരോ നമ്പേഴ്സുകൾ എഴുതുന്നു അല്ലെ? എവിടം തൊട്ട് എവിടം വരെയുള്ള നമ്പേഴ്സ്. എനിക്ക് എല്ലാം കൂടെ എഴുതാൻ പറ്റില്ല, കാരണം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. എവരി 3-digit നമ്പർ. 3-digit നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ 100, 101, 102, അങ്ങനെ എവിടം വരെ എഴുതണം? നമുക്ക് 999 വരെ, 999 വരെ എഴുതണം. കാരണം 100ൽ തുടങ്ങി 999ലാണ് 3-digit നമ്പർ എന്ത് ചെയ്യുന്നത്? അവസാനിക്കുന്നത്. ഇതെല്ലാം നമ്മൾ എന്തെഴുതി? ഒരു ചെറിയ കഷ്ണം പേപ്പറിനകത്ത് എഴുതി. അവർ പറഞ്ഞിരിക്കുന്നതാണ്, പേപ്പറിൽ എഴുതി. ഈ ഓൾ സ്ലിപ്സ് ആർ പുട്ട് ഇൻ എ ബോക്സ്. ഒരു ബോക്സിന്റെ അകത്ത് എടുത്ത് ഇടുന്നു. ഓക്കെ, ഇട്ടു. ഒന്ന് അസ്യൂം ചെയ്യുക ഇതെല്ലാം എടുത്ത് നമ്മളെ ബോക്സിന്റെ അകത്ത് ഇട്ടു. ഇനി 1 സ്ലിപ്പ് എന്താണ് പറഞ്ഞത്? ഇഫ് 1 സ്ലിപ്പ് ഈസ് ഡ്രോൺ, അതായത് ആ ബോക്സിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു? ഷഫിൾ ചെയ്ത് ഒരു സ്ലിപ്പിംഗ് എടുത്തു. ഓക്കെ, ആ സ്ലിപ്പിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കണം? ദാറ്റ് ഈസ് എ പാലിയംഡ്രോം. അത് മനസ്സിലാക്കണം. എന്താണ് പാലിയംഡ്രോം എന്ന് മനസ്സിലാക്കണം. പാലിയംഡ്രോം എന്ന് പറഞ്ഞാൽ നേരെ എഴുതിയാലും തിരിച്ചെഴുതിയാലും ഒരേപോലെ. ഇപ്പൊ മലയാളം എന്ന് പറയുന്ന സാധനം 2 രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയാൽ അത് എന്ത് തന്നെ ആയിരിക്കും? മലയാളമായിരിക്കും. വേണ്ട, മലയാളം വിട്, നമ്പർ എടുക്കാം. നമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാലിയംഡ്രോം നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? നിങ്ങൾ ഒന്ന് ആലോചിച്ച്. 101, 102, 103 എക്സെട്ര ഇങ്ങനെ 999 വരെ എഴുതിയിട്ട് ഇതിനകത്ത് പാലിയൻഡ്രോം നമ്പർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുമ്പോൾ ഒരേപോലെ ഇരിക്കണം. അങ്ങനെയുള്ള നമ്പേഴ്സുകൾ ഏതൊക്കെയായിരിക്കും? 101 ആയിരിക്കും. പിന്നെ അടുത്തത് എത്ര ആയിരിക്കും? 111, അടുത്തത് 121, 131 എക്സെട്ര. ആദ്യത്തെ എവിടം വരെ വരും? 191. നിങ്ങൾ ഇത് നോക്കിക്കേ. 101, 111, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാൽ എന്ത് തന്നെയായിരിക്കും? ഒരേപോലെ ഇരിക്കും. അപ്പം 100ന്റെ സെക്ഷനിൽ എത്ര പാലിയൻഡ്രോം നമ്പർ ഉണ്ട്? 10 എണ്ണം. ഇതേപോലെ തന്നെ 200ന്റെ സെക്ഷൻ എടുത്ത 202, 222, 230 എന്താണ് 2, അതേപോലെ അങ്ങനെ എവിടം വരെ വരും? 292 വരെ വരും. അതിന്റെ അകത്ത് എത്ര പാലിയൻഡ്രോം ഉണ്ട്? 10 എണ്ണം. ഇനി 300ന്റെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ 303, 333, 300 അങ്ങനെ വരും. 333, അത് കഴിഞ്ഞ് 343, അങ്ങനെ എവിടം വരെ വരും? 393. അതിലും 10 നമ്പർ കാണും. അങ്ങനെ എവിടം വരെ നമുക്ക് എഴുതാം? 900ന്റെ സെക്ഷൻ വരെ എഴുതാം. 909 തൊട്ട് 999 വരെ എഴുതാം. അവിടെ എത്ര എണ്ണം കാണും? 10. അങ്ങനെ ടോട്ടല് എത്ര പാലിയൻഡ്രോം നമ്പർ ഉണ്ട്? അപ്പൊ നമ്പർ ഓഫ് എന്താണ്? പാലിയൻഡ്രോം നമ്പേഴ്സ് എത്ര എണ്ണം കാണും? 10 എണ്ണം വെച്ച് 9 സെക്ഷൻ. അപ്പൊ 9 × 10 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 90.
അത് മനസ്സിലാക്കിയാൽ മാത്രം മതി, ഈ കണക്ക് തീർന്നു. ഈ പാലിൻഡ്രോം മനസ്സിലാക്കിയ കണക്ക് തീർന്നു അല്ലെ. ഇനി നമുക്ക് ഇതിന്റെ പ്രോബബിലിറ്റി ചെയ്ത്, അപ്പൊ പ്രോബബിലിറ്റി എഴുതണമെങ്കിൽ ടോട്ടൽ നമ്പേഴ്സ് വേണം. ടോട്ടൽ നമ്പേഴ്സ് എത്രയാണ്? ടോട്ടൽ 3 ഡിജിറ്റ് നമ്പർ, 3 ഡിജിറ്റ് നമ്പറിൽ നിന്നാണല്ലോ എടുക്കുക. അപ്പൊ 3 ഡിജിറ്റ് നമ്പർ എത്ര ആയിരിക്കും? എത്ര എണ്ണമാണ്? 900. ടോട്ടൽ 3 ഡിജിറ്റ് നമ്പർ എത്രയാണ്? 900. അതില് പാലിൻഡ്രോം നമ്പർ എത്രയാണ്? നമ്പർ ഓഫ് പാലിൻഡ്രോം എത്രയാണ്? പാലിൻഡ്രോം നമ്പർ എത്രയേ ഉള്ളൂ? നോക്കിക്കേ, നമുക്കിവിടെ എത്ര കിട്ടി? 90. അപ്പൊ 90. അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി സെറ്റ് അല്ലേ? പ്രോബബിലിറ്റി എന്തായിരിക്കും പറ? 900 മുകളിൽ എത്രയാണ്? 90. വെട്ടിക്കളയാം, എത്ര കിട്ടും? 9/90. 9/90 നമുക്ക് ഇങ്ങനെ 1/9 എന്ന് എഴുതാം. ആയിരിക്കൂടെ? 9 × 1 ആണ് 9. 1/9 അല്ല, 1/10 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പാലിൻഡ്രോം നമ്പറിന്റെ പ്രോബബിലിറ്റി ഫ്രാക്ഷന് കിട്ടി 1/10. ഇനി ഇതിനെ നമുക്ക് ഡെസിമൽ ആക്കുകയാണെങ്കിൽ 1/10 ഡെസിമൽ ആക്കുമ്പോൾ എത്ര കിട്ടും? 0.1. ഇനി ഈ 0.1 പെർസെന്റേജ് ആക്കുമ്പോൾ ഇൻറ്റു 100, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 10%. ദിസ് ഈസ് ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യനിലെ 3 സെക്ഷനും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ ഇത് ഷെയർ ചെയ്യണം. അവർക്കും കൂടെ പ്രയോജനകരമാവും. നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് SSLCക്ക് മാത്സിന് ഫുൾ A+ വിത്ത് ഫുൾ മാർക്ക് നിങ്ങൾക്ക് കരസ്ഥമാക്കണമെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുക, കൃത്യമായി നോട്ട് എഴുതി പഠിക്കുക. ഇനി നമ്മൾ ഇത് ചാപ്റ്റേഴ്സിലെ പ്രോബ്ലംസുകളെല്ലാം കഴിഞ്ഞ ഉടനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 2013 ശേഷം ഇങ്ങോട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ പ്രോബ്ലംസുകളും നിങ്ങളിൽ എത്തിക്കാനാണ് എന്റെ ലക്ഷ്യം. അപ്പൊ നിങ്ങൾ എന്റെ ക്ലാസ് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട്, രണ്ടാമത്തെ ഭാഗത്തിലെ രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് നമുക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റിനോട്ടാണ് നമ്മൾ കടക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2 നിങ്ങൾ ശ്രദ്ധിച്ചേ. എന്താണ് മക്കളെ ക്വസ്റ്റ്യൻ നമ്പർ 2 പറഞ്ഞിരിക്കുന്നത്? നോക്കിക്കേ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം മനസ്സിലാക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ പറയും എ പേഴ്സൺ ആസ്ക്ഡ് ടു സേ 2 ഡിജിറ്റ് നമ്പർ. അപ്പൊ ഒരു മനുഷ്യൻ എന്ത് പറയുന്നു? 2 ഡിജിറ്റ് നമ്പറിനെ പറ്റി പറയുന്നു. ഫസ്റ്റിലത്തെ സ്റ്റെപ്പ് എന്ത് എഴുതുന്നു? നിങ്ങൾ തന്നെ പറ. ടോട്ടൽ നമ്പർ ഓഫ് 2 ഡിജിറ്റ്. ടോട്ടൽ നമ്പർ ഓഫ് 2 ഡിജിറ്റ്. ആദ്യത്തെ സ്റ്റെപ്പ് അത് തന്നെയാണല്ലേ. 2 ഡിജിറ്റ് നമ്പർ എത്ര എണ്ണമാണുള്ളത്? 90 ആണ്. പഠിച്ചു നോക്കുക. 2 ഡിജിറ്റ് നമ്പർ 90. 3 ഡിജിറ്റ് നമ്പർ എത്രയാണ്? 900. അത് കാണാൻ അങ്ങ് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ അവർ ക്വസ്റ്റ്യൻ പറയാം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ? 2 ഡിജിറ്റ് നമ്പറിലെ പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ ഒരുപാടുണ്ട്, പക്ഷെ നമുക്ക് വേണ്ട എന്താണ്? 2 ഡിജിറ്റ് നമ്പറിലെ പെർഫെക്റ്റ്. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ആ പെർഫെക്റ്റ് സ്ക്വയർ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് എഴുതാം. എന്ത് പറയുന്നത്? പെർഫെക്റ്റ് സ്ക്വയറുകൾ നമുക്കറിയാം അല്ലെ. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ഏതൊക്കെയാ? 4, 9, 16, 25, 36, 49, 64, 81, 100, അങ്ങനെ പോവും അല്ലെ. നമുക്ക് 2 ഡിജിറ്റ് നമ്പറിലെ പെർഫെക്റ്റ് സ്ക്വയർ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ഡിജിറ്റ് നമ്പറിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ഏതൊക്കെ വരും? 2 ഡിജിറ്റ് ആയിരിക്കണം പെർഫെക്റ്റ് സ്ക്വയർ. 4 പറ്റുമോ? ഇല്ല, അത് 1 ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയർ. 9 പറ്റുമോ? ഇല്ല, അത് 1 ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയർ. 16 പറ്റും, 25 പറ്റും, 36 പറ്റും, 49 പറ്റും, 64 പറ്റും, 81 പറ്റും അല്ലെ. ഇതെല്ലാം 2 ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയർ. 100 പറ്റുമോ? 100 പറ്റില്ല, കാരണം അത് 3 ഡിജിറ്റ് പെർഫെക്റ്റ്. അപ്പൊ നമ്പർ ഓഫ് പെർഫെക്റ്റ് 2 ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയർ എത്രയാണ്? അത് അടുത്ത സ്റ്റെപ്പ് എഴുതുക. നമ്പർ ഓഫ് 2 ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ എത്ര ഉണ്ട് മക്കളെ? നിങ്ങൾ തന്നെ നോക്കിക്കേ. 1, 2, 3, 4, 5, 6. അപ്പൊ എത്ര ഉണ്ട്? 6. സെറ്റല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ എന്താണ് 2 ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയറിന്റെ പ്രോബബിലിറ്റി അങ്ങ് എഴുതി കളഞ്ഞേക്കാം. പെർഫെക്റ്റ് പ്രോബബിലിറ്റി എത്ര വരും മക്കളെ? പറ. പ്രോബബിലിറ്റി എത്ര എണ്ണം വരും? പറ. ടോട്ടൽ എത്ര എണ്ണമാണ്? 90. അപ്പൊ 90. അതിൽ എത്ര എണ്ണം ഉണ്ട് മക്കളെ? 6. വേണമെങ്കിൽ വെട്ടാൻ പറ്റും, കാരണം 6ഉം 90ഉം 3ന്റെ ഗുണിതമാണ്. 3 × 2 ആണ് 6, 3 × 30 ആണ് 90. ഇനിയും വെട്ടാൻ 2 വെച്ച്. എത്ര വെച്ച് വെട്ടാം? 2 വെച്ച് വെട്ടുമ്പോൾ 1/15. ദിസ് ഈസ് ദ എന്താണ് പ്രോബബിലിറ്റി ഓഫ് ടേക്കിംഗ് 2 ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയർ. പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ടോട്ടൽ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ കളയരുത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണിത്. പക്ഷെ ആ ടോട്ടൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കളയരുത്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് നോക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 3 ഭാഗങ്ങളായിട്ടാണ് അവർ മാറ്റിയിരിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമത്തെ ഭാഗത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് എ പേഴ്സൺ ആസ്ക്ഡ് ടു 3 ഡിജിറ്റ് നമ്പർ. ആദ്യം തന്നെ അപ്പൊ നമുക്ക് എഴുതി വെക്കാം നമ്പർ ഓഫ് 3 ഡിജിറ്റ്. എന്തായാലും അത് വേണം അല്ലെ. നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പർ.
3 ഡിജിറ്റ് നമ്പർ. എത്ര എണ്ണമാണ് 3 ഡിജിറ്റ് നമ്പർ ഉള്ളത്? 900 3 ഡിജിറ്റ് നമ്പേഴ്സുകളാണ് നമുക്കുള്ളത്. ഓക്കെ അല്ലേ? ഇനി വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഓൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ സെയിം? അപ്പോൾ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ പറഞ്ഞത് എല്ലാ 3 ഡിജിറ്റ് നമ്പേഴ്സിലും ഒരേപോലെ ഇരിക്കണം. അങ്ങനെയുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? 111, അതേപോലെ തന്നെ എല്ലാ സംഖ്യയും ഒരേപോലെ 222, 333, 444, 555, 666, 777, 888, 999. ഇതെല്ലാം എല്ലാ ഡിജിറ്റുകളും ഒരേപോലെ ഇരിക്കുന്ന 3 ഡിജിറ്റ് നമ്പർ. വേറെ വല്ലതും വരത്തില്ല. അപ്പം ഇതിൻ്റെ അകത്ത് നമ്പർ എത്ര ഉണ്ട്? ടോട്ടൽ നമ്പർ എത്ര ഉണ്ട് പറ. അതായത് എല്ലാ സംഖ്യകളും ഒരേപോലെ ഇരിക്കുന്ന ടോട്ടൽ നമ്പർ എത്ര? 1, 2, 3, 4, 5, 6, 7, 8, 9 ആണ്. ഇനി വലിയ പാടുണ്ടോ? പ്രോബിലിറ്റി എഴുതിക്കൂടെ? പ്രോബിലിറ്റി നിങ്ങൾ ഇപ്പൊ കാണാപ്പാടം നിങ്ങൾ എഴുതി കാണും, പഠിക്കുന്നവർക്ക് മനസ്സിലാവും. ദാറ്റ് ഈസ് പ്രോബിലിറ്റി എന്തായിരിക്കും മക്കളെ പറ. ടോട്ടൽ എത്രയാണ് ഇവിടെ? 900. അതിൽ എത്ര ഉണ്ട്? 9. വേണമെങ്കിൽ വെട്ടാം 1, ഇതും 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/100. ദിസ് ഈസ് ദ പ്രോബിലിറ്റി. സംഭവം മനസ്സിലായെന്ന് ഞാൻ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത സബ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കടക്കാം. എന്താണ് അടുത്ത സബ് ക്വസ്റ്റ്യൻ പറയുന്നത് മക്കളെ? നിങ്ങൾ നോക്കിക്കേ. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ 3 ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ് ദിസ് നമ്പർ ഈസ് 0? വൺസ് പ്ലേസിൽ 0 വരുന്ന നമ്പർ. 2 സ്റ്റെപ്പ് കൂടുതൽ ചെയ്യാനുണ്ട്, അത്രേ ഉള്ളൂ. എന്തു ആയാലും മക്കളെ 3 ഡിജിറ്റ് നമ്പർ എത്ര ഉണ്ട്? അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ മാറ്റേണ്ട കാര്യമില്ല. ടോട്ടൽ 3 ഡിജിറ്റ് നമ്പർ എത്ര തന്നെയാണ്? അത് ആദ്യം അങ്ങ് എഴുതി വെക്കുക. ടോട്ടൽ 3 ഡിജിറ്റ് നമ്പർ എത്രയാണ്? 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 900. അതിലാണ് നമ്മൾ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകണം. വൺസ് പ്ലേസിൽ 0 വരുന്ന സംഖ്യ. അങ്ങനെയുള്ള സംഖ്യകൾ വൺസ് പ്ലേസിൽ 0 വരുന്ന സംഖ്യ ഏതൊക്കെയാ? 110. 3 ഡിജിറ്റ് അല്ലേ? അപ്പൊ 100. വൺസ് പ്ലേസ് എന്ന് പറയുന്നത് ഈ പ്ലേസാ, ആദ്യത്തെ പ്ലേസ്. ഇനി 110, 120, 130, അങ്ങനെ എവിടം വരെ വരും? 990 വരെ വരും. സത്യമല്ലേ? ഓക്കെ, ഇതിന്റെ എല്ലാത്തിനെയും വൺസ് പ്ലേസ് നോക്കിയേ. നിങ്ങൾ വൺസ് പ്ലേസ് നോക്കിയേ. ഇവിടുത്തെ വൺസ് പ്ലേസ് 0, ഇവിടുത്തെ വൺസ് പ്ലേസ് 0, ഇത് 0, അങ്ങനെ പോയി എവിടെ വരും? 990 വരെ വരും. അത്രയും വൺസ് പ്ലേസിൽ എന്താണ്? 0. ഇനി വേറൊന്നുമില്ല, നമുക്ക് ഇതിന്റെ എണ്ണം വേണം അല്ലെ? ഇവിടെ ടോട്ടൽ എണ്ണം നമുക്കറിയാം, പക്ഷെ വൺസ് പ്ലേസിൽ 0 ഉള്ളതിന്റെ എണ്ണം നമുക്കറിയാം. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലോട്ടൊന്ന് പോവാം. അരിത്തമെറ്റിക് സീക്വൻസ്. ആദ്യം എഴുതുന്ന ടേം x1, അവസാനം എഴുതുന്ന ടേം xn ആണെങ്കിൽ വി ഓൾറെഡി നോ ദാറ്റ് ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ അരിത്തമെറ്റിക് സീക്വൻസ് യൂസിംഗ് ദിസ് ഇക്വേഷൻ. ദാറ്റ് മീൻസ് n ഈസ് ഈക്വൽ ടു xn മൈനസ് xn divided by xn minus x1 divided by d plus 1. That is xn എത്ര ഉണ്ട് ഇവിടെ? 990 മൈനസ് 100 divided by d എത്ര ഉണ്ട് മക്കളെ ഇവിടെ? d എത്രയാണ്? 10 plus 1 അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 990 മൈനസ് 100 എത്രയാണ്? 990 100 പോയാൽ എത്രയാണ്? 890 ബൈ 10 പ്ലസ് 1. ഈ 0 പോയി മിച്ചം എത്ര ഉണ്ട്? 89 പ്ലസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 90. അപ്പൊ എത്ര ഡിജിറ്റ് നമ്പറുകൾ ഉണ്ട് മക്കളെ? അവസാനം ഇല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് 0 വരുന്ന എത്ര നമ്പർ ഉണ്ട്? 90. അപ്പൊ നമുക്കിനി പ്രോബിലിറ്റി ചെയ്യാൻ വലിയ പാടുണ്ടോ? പ്രോബിലിറ്റി എഴുതാൻ എന്തെടുത്താൽ മതി? പ്രോബിലിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 900. അതിൽ എത്ര ഉണ്ട് മക്കളെ? 90. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 0 പോയി മിച്ചം എത്ര ഉണ്ട്? 9/90 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/10. ദാറ്റ് ഈസ് ദ പ്രോബിലിറ്റി. സെറ്റ് അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. സബ് ക്വസ്റ്റ്യൻ 3 പോകാം. ശ്രദ്ധിച്ചിരിക്കുക. സബ് ക്വസ്റ്റ്യൻ 3 പറയുന്നതും നിങ്ങൾ നോക്കുക. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദിസ് നമ്പർ ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 3? എന്താണ് മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറഞ്ഞാൽ? 3ന്റെ ഗുണിതങ്ങൾ. 3ന്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ, സംഖ്യകളെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം എന്തായിരിക്കണം? ഇല്ല റിമൈൻഡർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അങ്ങനെയുള്ള സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? 3ന്റെ ഗുണിതങ്ങൾ എന്ന് വിളിക്കുക. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എഴുതാം. പേഴ്സൺ ആസ് ടു സേ 3 ഡിജിറ്റ് നമ്പർ. അതിൽ മാറ്റമൊന്നുമില്ല. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്തെന്ന് എഴുതാം? നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പർ. നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പർ എത്രയാണ്? നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പർ നമുക്കറിയാം എത്രയാണ്? 900. അതിൻ്റെ അകത്ത് പേഴ്സൺ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 3. 3യുടെ ഗുണിതങ്ങളായ 3 അക്ക സംഖ്യകൾ. അപ്പൊ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് 3 അക്ക സംഖ്യ 100 ആണ്, പിന്നെ 101 ആണ്, 102 ആണ്, അങ്ങനെ എവിടം വരെ പോകും? 999 വരെ പോകും.
ഇതിൽ മൂന്നിന്റെ ഗുണിതല്ലേ 3യുടെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പൊ 100നെ ഞാൻ 3 വെച്ച് ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പോകും. പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യണം. മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ റിമൈൻഡർ എന്തായിരിക്കണം 0. അപ്പൊ 100നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ നേരം 3 ഗുണം 3 9 ശിഷ്ടം 1 0 വീണ്ടും 3 ശിഷ്ടം 9 ശിഷ്ടം എത്ര 1. അപ്പൊ ഈ 100 ഗുണിതമാണോ? അല്ല. 101 ഗുണിതമാണോ? അല്ല. 102 ഗുണിതമാണോ? നോക്കാം. 102നെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. 3 9 ശിഷ്ടം 1 2 4 3 12 ശിഷ്ടം എത്ര 0. അതുകൊണ്ട് 102 ആയിരിക്കും ആദ്യത്തെ ഗുണിതം. മനസ്സിലായ? എക്സെട്രാ എക്സെട്രാ എക്സെട്രാ. ഇനി 999 ഗുണിതമാണോ? ആണ്. കാരണം 3ന്റെ ഗുണിതം എല്ലാം 9 ആയതുകൊണ്ട് അതെല്ലാം 3ന്റെ ഗുണിതം. അതുകൊണ്ട് നമുക്ക് 999 എന്തായിരിക്കും? നമുക്ക് 3ന്റെ ഗുണിതമായിട്ട് തന്നെ. അപ്പോൾ ഇതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ഇവിടുന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കണം. നമുക്കറിയാം നമ്പർ ഓഫ് ടൈംസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? നമ്മൾ പഠിച്ചതാണ്. n ഈസ് ഈക്വൽ ടു എന്താണ്? xn മൈനസ് x1 ഡിവൈഡ് ബൈ d പ്ലസ് 1. xnന്റെ സ്ഥാനത്ത് 999 മൈനസ് 102 ഡിവൈഡഡ് ബൈ d എത്ര ഉണ്ട് ഇവിടെ? d എത്ര വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത 3. അപ്പൊ 3 ആയിരിക്കും d പ്ലസ് എന്ത് 1. നോക്കിയേ, ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു 999 102 പോയ 999 നിന്ന് 100 പോയാൽ എത്രയാണ്? 899 അല്ലെ? അതിൽ നിന്ന് വീണ്ടും 2 പോയാൽ എത്രയാണ്? 899 നിന്ന് 2 പോയാൽ എത്രയാണ്? 897 ഡിവൈഡഡ് ബൈ അല്ലെ? 897 ഡിവൈഡ് ബൈ 3 പ്ലസ് 1. ദാറ്റ് ഈസ് 897നെ നമുക്ക് 3 വെച്ച് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 897നെ 3 വെച്ച് 3 2 6 എന്താണ്? റിമൈൻഡർ 2 9 എത്രയാണ്? 9 3 27 ശിഷ്ടം 2 എത്ര വരും? ഈ 7 താത്തിറക്കും. വീണ്ടും 9 27 0. അപ്പൊ എത്ര കിട്ടി? ഇതിനെ ഡിവൈഡ് ചെയ്തപ്പോ നമുക്ക് എത്ര കിട്ടി? 299. പക്ഷെ ഈ പ്ലസ് 1 ആരും മറന്നു പോകരുത്. പ്ലസ് 1 കൂടി ഇടുമ്പോ എന്ത് വരും മക്കളെ? 300 എന്ന് കിട്ടും. മനസ്സിലായ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 300. n എത്ര കിട്ടി? 300. അപ്പൊ ഇനി പ്രോബബിലിറ്റി ചെയ്യാൻ വലിയ പാടുണ്ടോ? പ്രോബബിലിറ്റി ചെയ്യാൻ ഒരു പാടുമില്ല. നമ്മൾ എന്തെടുത്താൽ മതി? ടോട്ടൽ നമുക്ക് എത്ര ആണുള്ളത്? 900. അപ്പൊ 900 മുകളിൽ എന്ത് വരും മക്കളെ? 300. ദാറ്റ് ഈസ് ഈ 2 0 പോയില്ലേ? മുകളിലെത്താൻ താഴത്തെ മിച്ചം എന്തുണ്ട്? 3/9. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഈസ് ദ പ്രോബബിലിറ്റി. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. നമ്മൾ പഠിക്കുന്ന പോലെ ഇരിക്കും കാര്യങ്ങൾ. എല്ലാ ദിവസവും ഞാൻ വീണ്ടും പറയാണ്, എല്ലാ ദിവസവും പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നുള്ള സബ്ജക്റ്റുകൾ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. എല്ലാ ദിവസവും പഠിച്ചാൽ അതിന്റെ ഒരു ട്രാക്ക് ഉണ്ട്. ആ ട്രാക്കിലോട്ട് വേണം നിങ്ങൾ അറിയാതെ അങ്ങ് പൊക്കോളൂ നിങ്ങൾ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പാർട്ടിലെ ലാസ്റ്റത്തെ പ്രോബ്ലത്തിലോട്ട് കിടക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഈ ഭാഗത്തിലെ ലാസ്റ്റത്തെ പ്രോബ്ലം. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. പണ്ട് പ്രീവിയസ് ആയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 കാർഡ്സ് 1 2 3 4. 4 കാർഡുകളുണ്ട്. ശരി, നമുക്കൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ കാർഡ് വരയ്ക്കുന്നു. 1 2 3 4. 4 കാർഡുണ്ട്. ആ 4 കാർഡിന്റെ അകത്ത് 1 2 3 4. ശരി, ആർ ജോയിൻ ടു മേക്ക് എ 4 ഡിജിറ്റ് നമ്പർ. ഈ 4 കാർഡുകൾ ചേർത്തുകൊണ്ട് നമ്മൾ 4 ഡിജിറ്റ് നമ്പേഴ്സുകൾ ഉണ്ടാക്കും. ശരി, 4 ഡിജിറ്റ് നമ്പേഴ്സുകൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. 4 ഡിജിറ്റ് നമ്പർ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ആദ്യത്തെ നമ്പർ 1 2 3 4. ആദ്യത്തെ നമ്പർ 1 2 3 4. രണ്ടാമത് ഞാൻ വീണ്ടും പറ്റുമോ? 1 2 4 3. ഈ 3 4 അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത്. ഇനി നമ്മൾ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 1 മാറ്റാതെ ബാക്കിയുള്ളതെല്ലാം മാറ്റുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ 1 3 2 4. അടുത്തത് 1 3 4 2. അടുത്തത് 1 4 2 3. അടുത്തത് എന്ത് വരും? 1 4 3 2. അപ്പൊ 1നെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളതിനെ മാറ്റി. ഇനി അടുത്ത 2നെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളതിനെ മാറ്റുമ്പോൾ എന്ത് വരും? 2 1 3 4 2 1 4 3. അടുത്തത് 2 3 1 4. ഇപ്പൊ നിങ്ങൾ കിട്ടിക്കാണേ 2 3 4 1. അടുത്തത് 2 4 3 1. അടുത്തത് 2 4 1 3. അതുപോലെ ഇനി 3 വെച്ച്, അപ്പൊ 1 വെച്ച് കഴിഞ്ഞ് 2 വെച്ച് കഴിഞ്ഞ് ഇനി 3 വെച്ചുള്ള ചെയ്യുമ്പോഴും എന്ത് തന്നെ കിട്ടും? അപ്പൊ നോക്കിയേ, 1 വെച്ചുള്ള നിങ്ങൾക്ക് എത്ര കിട്ടി? 6. 2 വെച്ചുള്ളത് നിങ്ങൾക്ക് എത്രണ്ണം കിട്ടി? അതും 6. സ്വാഭാവികമായിട്ട് 3 വെച്ചുള്ളതും എത്രണ്ണം കിട്ടും? ഇതുപോലെ എഴുതി നോക്കിയാൽ അതും എത്രണ്ണം കിട്ടും? 6. 4 വെച്ചുള്ളതും എത്രണ്ണം കിട്ടും? അതും എത്ര കിട്ടും? 6. എന്ന് പറഞ്ഞാൽ 4 വെച്ചുള്ളതും 3 വെച്ചുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? 3000ന്റെയും 4000ന്റെയും ആണ്. സമയം ഇതെല്ലാം കൂടെ എഴുതി നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായി. അപ്പം 1000ന്റെ എത്രണ്ണം കിട്ടി മക്കളെ? 6. 2000 തുടങ്ങുന്ന എത്രണ്ണം കിട്ടി? അതും 6. അങ്ങനെയാണെങ്കിൽ 3000 തുടങ്ങുന്നത് എത്രണ്ണം കിട്ടും നമുക്ക്? 6. 4000 തുടങ്ങുന്ന എത്രണ്ണം കിട്ടും നമുക്ക്? 6. അപ്പോൾ
നമുക്ക് എഴുതാൻ പറ്റുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്. അപ്പൊ ആദ്യം ടോട്ടൽ വേണമല്ലോ. ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും മക്കളെ? അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് 6 വെച്ച് 4 സെറ്റ്, ദാറ്റ് ഈസ് 6 ഗുണം 4 ദാറ്റ് ഈസ് 24. ഔട്ടൊന്നുമില്ല. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ അറേഞ്ച്മെന്റ് കിട്ടി. അതാണ് നമുക്ക് വേണ്ട. ആ ടോട്ടലിന് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം നിങ്ങളെ എഴുതി കാണിച്ചത്, ടോട്ടൽ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ നമ്പർ ഗ്രേറ്റർ ദാൻ 4000? അപ്പോൾ പ്രോബബിലിറ്റി ഗ്രേറ്റർ ദാൻ 4000, ഗ്രേറ്റർ ദാൻ എത്രയാണ്? 4000ന്റെ പ്രോബബിലിറ്റി, 4000-നേക്കാൾ കൂടുതലുള്ള പ്രോബബിലിറ്റി. അപ്പൊ 4000-നേക്കാൾ കൂടുതലുള്ള എണ്ണം നോക്കിയാൽ പോരെ? 4000-നേക്കാൾ കൂടുതലുള്ള എണ്ണം എത്ര എണ്ണം മാത്രമേ ഉള്ളൂ മക്കളെ? 6. therefore മുകളിൽ 6, താഴെ ടോട്ടൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 24. വെട്ടിക്കളയുമ്പോൾ എന്ത് വരും? 1/4. സെറ്റ് അല്ലേ? ഇനി രണ്ടാമത്തെ നോക്കിയേ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് നമ്പർ ലെസ് ദാൻ 4000? അപ്പൊ രണ്ടാമത്തെ ചെയ്യാനും ഒരു പാടുമില്ല. ലെസ് ദാൻ എന്താണ് മക്കളെ? ലെസ് ദാൻ 4000 ചെയ്യാൻ എന്ത് പാടിരിക്കുന്നു? നോക്കിക്കേ, ടോട്ടൽ എത്രയാണ്? 24. ലെസ് ദാൻ 4000 എത്ര? ഈ 4000-ന് താഴെയുള്ള എല്ലാം ലെസ് ദാൻ ആണ്. 3000, 2000, 1000 എല്ലാം ലെസ് ദാൻ. അതെങ്ങനെയുണ്ട്? 6 + 6 + 6 എത്ര? 18. അല്ലെ? പാടുണ്ടാ? 3 വെച്ച് വെട്ടാം. 3 വെച്ച് വെട്ടിയാൽ എത്ര കിട്ടും മക്കളെ? ഇല്ലെങ്കിൽ 18. 6 വെച്ച് വെട്ടാം. 6 വെച്ച് വെട്ടണമെങ്കിൽ 6 ഗുണം 3 18, 6 ഗുണം 4 24. ദാറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് നമ്പർ ലെസ് ദാൻ 4000. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ് ഈ ചാപ്റ്റർ. എന്നാൽ ചോദ്യങ്ങൾ ചോദിക്കുന്നൊരു ഭാഗം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി, നല്ലവണ്ണം പ്രയോജനപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത പാർട്ടുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.